സരിതയുടെ ഒരു കൂട്ടുകാരി എറണാകുളത്തുണ്ട്, ലക്ഷറി ഫ്ലാറ്റിൽ ജീവിക്കുന്നതാണ്. കൊച്ചിൻ്റെ പേര് ഹർഷ എന്നാണ്. ആ കൊച്ച് സരിതയെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് എൻ്റെ നമ്പർ കളക്ട് ചെയ്ത് എന്നെ വിളിച്ചു. അപ്പോൾ എന്നെ വിളിച്ചു, ചേച്ചി എന്തു പറയുന്നു വിശേഷമൊക്കെ. സരിത വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. എനിക്കൊരു കാര്യമുണ്ടായിരുന്നു, ചേച്ചി അർജൻറ്റായിട്ടൊന്ന് പറയാമോ. സരിത ഇവിടെ ഇല്ല, അവളൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ആ വർത്തമാനം കുറച്ച് സമയത്തേക്ക് നീണ്ടു. എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഹോസ്റ്റലിൽ വിൽക്കുവാണല്ലോ ചേച്ചി, ഇനി എവിടെ പോകും? ഒരു വീടെടുത്തിട്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ എന്തെങ്കിലും 1-2 സ്റ്റൂളോ വല്ലതുമൊക്കെ മേടിക്കണം. ഈ കൊച്ച് അതൊക്കെ പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. ചേച്ചി, ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള ഫർണിച്ചർ കുറേ നാളായി ഞാൻ വിചാരിക്കുന്നത് പുതുക്കണമെന്ന്. ലക്ഷറി ഫർണിച്ചറുകളാണ്, 2 ലക്ഷം രൂപ വില വരുന്ന ഫർണിച്ചറാണ്. ചേച്ചി ഒരു കാര്യം ചെയ്, അതിനൊരു 70,000 രൂപ, ചേച്ചിക്ക് 100 രൂപയാണോ തരാൻ പറ്റുമോ? 100 രൂപ എനിക്ക് തന്നാൽ മതി, ഒരു ദിവസം, ഇല്ലെങ്കിൽ ഒരാഴ്ച. ചേച്ചി ഇത് കൊണ്ടുപോയിക്കോ. ഞാൻ ഞെട്ടിപ്പോയി. ദൈവമേ, എൻ്റെ ആവശ്യം അറിഞ്ഞ് എനിക്ക് മുമ്പേ എൻ്റെ ഫർണിച്ചർ എടുക്കാൻ ചെല്ലുമ്പോൾ ഒരു തകരാറുകളുമെല്ലാം വാങ്ങിയിട്ട് 2 വർഷമായ റോയൽ ഫർണിച്ചറുകളെല്ലാം, സോഫ, ദിവാൻ കോട്ട്, കട്ടിലുകൾ 2 എല്ലാം ബോക്സ് കട്ടിൽ, പിന്നെ അങ്ങേയറ്റം അക്വേറിയം, ഒരു ആക്റ്റീവ വണ്ടിയടക്കം എടുത്തു വെച്ചിരിക്കുകയാണ് എനിക്ക് തരാൻ വേണ്ടിയിട്ട്. 1000 രൂപ കൊണ്ടുവരാൻ പറഞ്ഞു എന്നോട്, ഒരു കൈനീട്ടം. ഞാൻ 1000 രൂപ കൊണ്ടുപോയി പറഞ്ഞു. അവർ ഹിന്ദുക്കളാണ്, ഏതോ ദിശയിലേക്ക് ചേച്ചി നിന്ന് ഞാനത് കൊടുത്തു. സാധനങ്ങൾ വണ്ടിയെ കയറ്റി വീട്ടിൽ കൊണ്ടുവന്നിറങ്ങി. വീട് നിറയെ ഫർണിച്ചറുകളായി. ദൈവമേ, ഞാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ഇടയ്ക്കമ്മ വരും, നാത്തൂൻ വരാൻ തുടങ്ങി, ഭർത്താവ് വരാൻ തുടങ്ങി. കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്കൂടെ ഈ ചീത്ത വിളികൾ നടക്കുന്നുണ്ട്. പൈസ കൊടുക്കാനുള്ളവർ രാവിലെ വിളി തുടങ്ങും, 4:30 വിളി തുടങ്ങും. ഫോൺ എടുത്തില്ലെങ്കിൽ 100 മിസ്ഡ് കോള്, 50 മിസ്ഡ് കോൾ. ഈ ലെവലിൽ ഫോൺ എടുത്താൽ അപ്പന് വിളിക്കും, അമ്മയ്ക്ക് വിളിക്കും, മക്കളെ കൊല്ലുമെന്ന് പറയും, എന്നെ തട്ടിക്കൊണ്ട് പോകുമെന്ന് പറയും.